ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് ഫ്രൂട്ട് സാലഡ്. അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഒരു ഗ്ലാസ് മിൽക്ക്, പിന്നെ കസ്റ്റർഡ് പൗഡർ, ഷുഗർ, പൈനാപ്പിൾ. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ, ഗ്രേപ്സ്, ആപ്പിൾ ആൻഡ് പോമഗ്രാനേറ്റ്. ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സിലുള്ള പാല് ഇനി നമുക്ക് തിളപ്പിക്കാം. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് കസ്റ്റർഡ് പൗഡർ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കട്ട പിടിക്കാത്ത രീതിയിൽ കുറച്ചു നേരം ഇളക്കുക. ഇനി തിളപ്പിക്കാൻ വെച്ച പാലിൽ 4-5 സ്പൂൺ പഞ്ചസാര ഇടാം. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സിമ്മിലാക്കി വെക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത കസ്റ്റർഡ് പൊടി ഇതിലേക്ക് മെല്ലെ മെല്ലെ ഇളക്കി ചേർക്കാം. ഇനി നമ്മൾ ഇതിലെടുത്ത് വെച്ച് ഗ്ലാസ് ഇതിലേക്ക് വെക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത് ആറിയതിന് ശേഷം നമുക്ക് ഇത് 2 മണിക്കൂറിൽ ഫ്രിഡ്ജിൽ വെക്കാം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഇനി നന്നായി ഇത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇത് ഗാർണിഷ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ചേർക്കാം. ഫ്രൂട്ട് സാലഡ് ഈസ് റെഡി. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ഇത് എൻ്റെ അനിയൻ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അടിപൊളി, സൂപ്പർ, കലക്കി.